ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതേ കണക്ക് പൊങ്കാലയൊക്കെ ഇടാൻ വരുന്നത് പോലും ഉണ്ട്. ഈ ഫാഷൻ പരേഡ് എന്നുള്ള രീതിയിലാണ് ഇതേ കണക്ക് ഓരോരോ ഫാഷനും അതോടെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈലുമായിട്ടൊക്കെയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ പൊങ്കാലയ്ക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് സിനിമ അതോടെ തന്നെ സീരിയൽ രംഗത്തിൽ നിന്ന് ഒരുപാട് പേര് പൊങ്കാല ഇടാൻ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ചിപ്പിയാണ്. എല്ലാ വർഷവും ഉണ്ടെങ്കിൽ മുടങ്ങാതെ വന്ന് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ എല്ലാ വട്ടവും പൊങ്കാല ഇട്ടിട്ട് പോകുന്നതായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വരികയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ വട്ടം ഉണ്ടെങ്കിൽ ചിപ്പിയും കടത്തി വെട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് അന്നാരാജനാണ്. അവരുണ്ടെങ്കിൽ ഈ വട്ടം ഉണ്ടെങ്കിൽ മൊത്തത്തെ കവറും ഉണ്ടെങ്കിൽ അവരായിട്ട് മാറിയിരിക്കുകയായിരുന്നു. ഇതേ കണക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ പല ഡ്രസ്സ് ഇട്ട് വന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാട്ടും മെയിൻ എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നവന്മാരാണ്. ഇതേ കണക്ക് ഫോട്ടോ എടുക്കുന്നത് പല ആംഗിളിലാണ്, പല രീതിയിലാണ്, പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതേ കണക്കുണ്ടെങ്കിൽ പൊങ്കാല ഇടാൻ വരുന്നുണ്ട്. അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കത്തില്ല. ഇതേ കണക്ക് വരുന്നവരുടെ ഫോട്ടോസും വീഡിയോസും പല ആംഗിളിൽ കൂടെ എടുക്കുകയും എന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടുന്നതാണ് അവനെ പോലത്തുള്ള ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത്. ഇതേ കണക്കുള്ള ക്യാമറാസ് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് നിരോധിക്കേണ്ടതാണ് ഇങ്ങനത്തുള്ള മേഖലയിൽ. ഇപ്പോൾ പൊങ്കാല ഇടാൻ വന്നതാണെങ്കിൽ അതിൻ്റെ കാര്യം നോക്കൂ. ഇതേ കണക്ക് മീഡിയാസ് ആയിരുന്നാലും ബാക്കിയുള്ളവർ ആണെങ്കിൽ സാധാ രീതി ആൾക്കാർ പൊങ്കാല ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ കുഴപ്പമില്ല. അതല്ലാതെ ഇതേ കണക്ക് പ്രത്യേകിച്ച് ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടർ ആരെങ്കിലും ഒക്കെ ഇതേ കണക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പല ആംഗിളിലുള്ള ഫോട്ടോസ് എടുത്ത് ഇതേ കണക്കുണ്ടെങ്കിൽ വീഡിയോ ആക്കും ഫോട്ടോ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടെങ്കിൽ എന്തോ ഒരു ഫാഷൻ ഷോ എന്നുള്ളൊരു പരിപാടി പോലെയാണ് ഒരുപാട് പേര് വിചാരിച്ച് വെച്ചിരിക്കുന്നത്.